മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തയ്യാറാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തയ്യാറാണ് എന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വാക്കുകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ പല വട്ടങ്ങളിൽ ആവർത്തിച്ച് ഉന്നയിച്ച ആവശ്യമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ധർമ്മസ്ഥല പോലീസ് തികഞ്ഞ നിഷ്ക്രിയത്വമാണ് കാണിക്കുന്നത്. മാത്രമല്ല, പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് ധർമ്മസ്ഥല പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണം, ന്യായമായ ഒരു അന്വേഷണം വേണം. വിദഗ്ധ സംഘത്തെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ആവശ്യപ്പെടുന്നതാണ്. സമരസമിതിയും ഇത്തരത്തിലുള്ള ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നയിക്കുന്നതാണ്. ആ ഒരു ആവശ്യത്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അനുവാദം നൽകിയിരിക്കുന്നത്. സിദ്ധരാമയ്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായ ആളുകളെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തയ്യാറാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നും സിദ്ധരാമയ്യ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആദ്യം മുതൽ തന്നെയുള്ള ആവശ്യം ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടതിൽ ആശ്വാസമുണ്ട്. എന്നിരുന്നാൽ പോലും തെളിവുകൾ പലതും നശിക്കപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഈ സമരസമിതി പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. കാരണം നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ ആദ്യം ഈ FIR രജിസ്റ്റർ ചെയ്യാൻ ഈ ധർമ്മസ്ഥല പോലീസ് തയ്യാറായിരുന്നില്ല. വിവിധ കേസുകളിലും ഇത്തരത്തിൽ വലിയ നിരുത്തരവാദിത്തപരമായ സമീപനമാണ് ഇരകളുടെ കുടുംബത്തോട് ധർമ്മസ്ഥല പോലീസ് കാണിച്ചത്. അതിനുശേഷം ശുചീകരണ തൊഴിലാളികളുടെ സുപ്രധാന വെളിപ്പെടുത്തലുണ്ടാകുന്നു. വെളിപ്പെടുത്തലിന് ശേഷം അഭിഭാഷകൻ മുഖേന കോടതിയിലെത്തി 164 പ്രകാരം മൊഴി രേഖപ്പെടുത്തുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇത്തരത്തിൽ എത്രയും വേഗം ഈ സംബന്ധിച്ച് FIR ഇടണമെന്ന്. അതിന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ FIR ധർമ്മസ്ഥല പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഈ പ്രതിയുടെ കുടുംബത്തിനും ഈ ശുചീകരണ തൊഴിലാളിയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളിക്കും സുരക്ഷ നൽകണമെന്നും പറഞ്ഞു. അതും പാലിക്കപ്പെട്ടില്ല. അതിനുശേഷം ഇയാൾ ചൂണ്ടിക്കാണിച്ച പ്രദേശങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതും ധർമ്മസ്ഥല പോലീസ് ചെയ്തിട്ടില്ല. ഈ വിഷയത്തിൽ ഈ 2 ആഴ്ചക്കാലമായിട്ടും ധർമ്മസ്ഥല പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സാധാരണ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇതര കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലങ്ങൾ പോലീസിന്റെ സംരക്ഷണതയിലാക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ അതും ധർമ്മസ്ഥല പോലീസ് കാത്തു പരിപാലിച്ചില്ല എന്ന് മാത്രമല്ല, ഈ പ്രതികളുടെ ഈ സാക്ഷി നൽകിയ സുപ്രധാന മൊഴി, അത് കോടതിയിൽ 164 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന സുപ്രധാന മൊഴി, അത് ചോർത്തുന്ന ഒരു നടപടിയിലേക്കാണ് ധർമ്മസ്ഥല പോലീസ് കടന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇത് വാർത്തയാക്കി. ജനങ്ങളുടെ ശ്രദ്ധ ഇതിൽ പതിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചാണ് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ വിഷയത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം 30 വർഷങ്ങൾ പഴക്കമുള്ള സംഭവ വികാസങ്ങൾ നടന്നൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദഗ്ധരായ ആളുകൾ വേണം, ഫോറൻസിക് വിദഗ്ധർ വേണം, ഡിജിറ്റൽ വിദഗ്ധർ വേണം. അങ്ങനെ പല മേഖലയിൽ നിന്ന് കഴിവ് തെളിയിച്ചവർ ഉൾപ്പെട്ട ഒരു സംഘത്തിന് മാത്രമേ ഇത്തരത്തിൽ ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും യഥാർത്ഥ പ്രതികളെ പിടികൂടാനും ഇരകൾക്ക് നീതി ലഭിക്കാനും സാധ്യമാകുകയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധങ്ങളുടെ സ്വരം മനസ്സിലാക്കിയാണ്. ഇനിയും വൈകിപ്പിച്ചാൽ അത് ജനഹിതത്തിനെതിരാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു നടപടിയിലേക്ക് കർണാടക സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള അഭിഭാഷക സംഘം ഈ സിദ്ധരാമയ്യയെ കണ്ടിരുന്നു. അതിൽ പ്രധാനമായും വ്യക്തമാക്കിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളിൽ വലിയ പങ്ക് ഈ ധർമ്മസ്ഥല പോലീസിനും അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ അന്വേഷണം ഉണ്ടാകണം. ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന പരിപാടിക്ക് നിൽക്കരുത് എന്ന് ഈ അഭിഭാഷകരടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നു.
പല ഘട്ടങ്ങളിലും തിരച്ചിൽ നടത്താതെ, അന്വേഷണവുമായി സഹകരിക്കാതെ, മൊഴികളുടെ സാക്ഷി എടുക്കാതെ ഈ ഇരകളെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് പല ഘട്ടത്തിലും സ്വീകരിച്ചത്. മാത്രമല്ല, വിചിത്രമായ പല ന്യായങ്ങളും ധർമ്മസ്ഥല പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയുമുണ്ടായി. എന്നിരുന്നാൽ പോലും ഈ ജനഹിതം മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സുപ്രധാന നടപടിയിലേക്ക് കർണാടക സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ വിദഗ്ധരായ ആളുകളുണ്ടാകും. കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിൽ മികവ് പുലർത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തും. ഫോറൻസിക് സംഘത്തെ ഉൾപ്പെടുത്തും എന്ന കാര്യമാണ് ഈ കർണാടക മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ തീരുമാനമുണ്ടാക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സമരസമിതി പ്രവർത്തകർ, ഇരകളുടെ കുടുംബം അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ SIT രൂപീകരിക്കണമെന്ന ആവശ്യവും വലിയ തോതിൽ ഉയർത്തിയിരുന്നു. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണമെന്നാണ് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത്. കേരള ഗവൺമെന്റും ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് സമരസമിതിയും ഇരകളുടെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. നമുക്കറിയാവുന്ന പോലെ കാസർഗോഡ് ജില്ലയിൽ നിന്നടക്കം നിരവധി ആളുകൾ ദിനം പ്രതി എത്തുന്ന ഒരു തീർത്ഥാടന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ ആളുകൾ കാണാതാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇരയാക്കപ്പെട്ടവരിൽ മലയാളിയുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെന്റും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. രാജ്യസഭ MP ആയിട്ടുള്ള സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള MP മാരും ഇത്തരം ആവശ്യം ഉന്നയിച്ച് സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഇത്തരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഒരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു. കേരളത്തിൽ നിന്ന് കാണാതായവരെയും കണ്ടെത്തണമെന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഇരകൾക്ക് നീതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഇരകൾക്ക് നീതി ലഭിക്കും. കാരണം അത്രത്തോളം നീചമായ പ്രവർത്തികളാണ് ഈ ധർമ്മസ്ഥലയുമായി ചുറ്റിപ്പറ്റി പല ഗ്യാങ്ങുകൾ നടത്തി വന്നത്. ഇത് ഒരാളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കുറ്റമല്ല, ഇത് ഒരാൾ മാത്രം ചെയ്തൊരു കുറ്റമല്ല, ഇതൊരു പറ്റം ആളുകൾ ചെയ്തൊരു കുറ്റമാണ്. ആ ഒരു പറ്റം ആളുകൾ ചെയ്ത നിരന്തരം ചെയ്ത കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇരകൾക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും. ഇരകളുടെ കുടുംബത്തിന് നീതി ലഭിക്കുക തന്നെ ചെയ്യും. കുറ്റവാളികൾ എത്ര ദൂരെ ഒളിച്ചൊഴിയാലും, എത്ര സമൃദ്ധമായി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഈ അന്വേഷണത്തിനൊടുവിൽ കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക ആരോപണത്തിൽ പ്രത്യേക ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.